ഹായ് ഫ്രണ്ട്സ്, അരോമ ഗ്ലോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ആക്കിയാലോ? അതിനായി ആദ്യം അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് വറുത്ത് കൊടുക്കുക. അപ്പോ നമ്മൾ മസാലയ്ക്കായി എടുത്തിരിക്കുന്നത് തൈര്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല ഇതൊക്കെയാണ്. എന്നിട്ട് നമുക്ക് ചിക്കൻ ഓരോന്നായി ചേർത്ത് ചെറിയ തീയിൽ വറുത്തെടുക്കാം. ചിക്കൻ അധികം വറുത്ത് മൊരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായി കോരിയെടുക്കാം. ചിക്കൻ വറുത്ത് മാറ്റിയതിനു ശേഷം ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കാം. ഇത് നമുക്ക് പിന്നീട് കറിയിലേക്കും എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് റൈസ് വേവിക്കുമ്പോൾ റൈസിന് ഗാർണിഷ് ചെയ്യാനും എടുക്കാം. അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ കുറച്ചൊരു അളവിനനുസരിച്ച് സവാള വറുത്തെടുക്കാം. സവാള ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സവാള നമ്മൾ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് സവാള നമുക്ക് കറിക്കുള്ള സവാള വാട്ടിയെടുക്കാം. സവാള ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒരു ചെറിയ തീയിൽ അതങ്ങനെ ഇരുന്നോട്ടെ. അതിന്റെ ആ ഒരു മണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു തീയിൽ നമുക്കത് വേവിച്ചെടുക്കാം. തക്കാളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അതുവരെ മതി. അതിനുശേഷം നമുക്കതിലേക്ക് ഗരം മസാല, അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഗരം മസാല പൊടിച്ചിട്ടില്ല. ഗരം മസാലയ്ക്ക് നമ്മൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് സാധാരണ രീതിയിൽ 2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. നമുക്ക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമുക്ക് 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ആ മസാലയുടെ പച്ചമണം മാറി വരുന്ന ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മറിച്ചു കൊടുക്കണം. മസാല എല്ലാം ചിക്കനിൽ വെറുതെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അധികം സമയമൊന്നും എടുക്കണ്ട. ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് 2 ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ തൈരിന്റെ ആ ഒരു പച്ചമണം മാറിയിട്ട് നമുക്ക് വേറൊരു നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്കത് നിർത്താം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ചേർക്കരുത്. നമുക്കൊരു ഗ്രേവി ആക്കി എടുക്കാനുള്ളതാണ് ഈ മസാല ടൈപ്പിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് വെള്ളമാണ്. അതിപ്പോ നിങ്ങൾ ഓരോരുത്തരുടെയും ഗ്ലാസ്സിനനുസരിച്ചിട്ട് അളവ് വ്യത്യാസം വരും. അപ്പോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക, ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഉപ്പിന് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ
ചിക്കൻ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അത് ഇനി നമുക്ക് റൈസ് റെഡിയാക്കണം. അപ്പൊ അതിനു മുമ്പ് അമ്മയുടെ ഒരു പൊടിക്കൈയാണ് കശുവണ്ടി പരിപ്പ് അരച്ച് ചേർത്താൽ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ കുറച്ച് കശുവണ്ടി പരിപ്പ് അരച്ചത് ഇതിലേക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇളക്കി നന്നായി സെറ്റാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ ചിക്കൻ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചിക്കൻ ഉടഞ്ഞു പോകരുത്. അതിനുശേഷം അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് വറുത്ത് കോരിയെടുക്കാം. അധികം മൊരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യം കശുവണ്ടി വറുത്തതിന് ശേഷം മാത്രം കിസ്മിസ് ഇടാൻ ശ്രദ്ധിക്കുക. കാരണം കിസ്മിസ് പെട്ടെന്ന് ചൂടായി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും ആദ്യം കശുവണ്ടി വറുത്തെടുക്കുക, അതിനുശേഷം കിസ്മിസ് ചേർക്കുക. അപ്പൊ അതിനുശേഷം നമുക്ക് ഇനി റൈസിനുള്ള സെറ്റപ്പ് ചെയ്യാം. അപ്പൊ അതിലേക്ക് നെയ്യിലേക്ക് നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, എല്ലാം ബേ ലീഫ് ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇതെല്ലാം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു പകുതി അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അധികം മൊരിയാൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി അരിയാണ്. അതിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ആ നെയ്യും നമ്മൾ ചേർത്ത് കൊടുത്ത സ്പൈസസും എല്ലാം ആ അരിയിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു 2 മിനിറ്റ് മതി. ഇതും ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരി പൊടിഞ്ഞു പോകരുത്. കാരണം നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോ അങ്ങനെ ചൂടായ അരി സെറ്റായിട്ടുണ്ട്. അരി ചൂടായി വരുമ്പോൾ അതൊരു പ്രത്യേകതരം മണം വരും. അപ്പൊ അതുവരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് നമ്മളിപ്പോ 3 ഗ്ലാസ് അരിയാണ് എടുത്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4.5 ഗ്ലാസ് വെള്ളം ചേർക്കണം. ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിന്റെ നീര് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചേർക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, അതായത് നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ചേർത്ത് നമ്മൾ ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ചെറിയ തീയിലായാലും വലിയ തീയിലായാലും കുഴപ്പമില്ല, ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് 1 വിസിൽ മതി. 1 വിസിൽ അടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. കുക്കർ തുറക്കാൻ ഞാനിവിടെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് തുറക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, പെട്ടെന്നൊന്നും തുറക്കരുത്, പ്രഷർ ഉണ്ടാവും. അപ്പൊ തുറന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റൈസൊക്കെ പക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അധികമായിട്ടില്ല, വേവ് പ്രോപ്പറാണ്. അപ്പൊ നമ്മൾ അതൊന്ന് റൈസ് ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക. അത് അടിയിലുള്ള റൈസ് ആ ചൂടിലിരുന്ന് വേവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി മറിച്ചിട്ടതിന് ശേഷം സെറ്റാക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഈ റൈസ് നമുക്ക് ഇട്ടുകൊടുക്കാം. മുകളിലേക്ക് ഒരു ലെയർ കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും ചേർക്കുക, അരിഞ്ഞു വെച്ചത്. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം.
നമ്മുടെ ബാക്കിയുള്ള റൈസ് എല്ലാം കൂടെ നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മൾ റൈസ് എല്ലാം ഫില്ല് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മുടെ പാത്രം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇതിപ്പോ അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിത് റൈസ് എല്ലാം സെറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ നമ്മൾ കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എല്ലാം വിതറിയതിന് ശേഷം നമ്മൾ കുറച്ച് എസൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എസൻസിൽ ജസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടിയാണ് നമ്മൾ കളർ കിട്ടാൻ വേണ്ടി എടുത്തത്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒരു തുള്ളി എസൻസ് ചേർത്ത് നമ്മൾ അതും കൂടി ഇതിന്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന പൈനാപ്പിളും മല്ലിയില എല്ലാം നമ്മൾ ചേർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ അവസാനം മൂടി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വരെയൊക്കെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. അടി നല്ല കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇന്ന് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ബിരിയാണി സെർവ് ചെയ്യാം. അപ്പൊ നമുക്ക് മുകളിലുള്ള റൈസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് അടിയിൽ നിന്നുള്ള മസാല റൈസ് ഇടാം. എന്നിട്ട് പിന്നെ മുകളിൽ നിന്ന് നമുക്ക് കുറച്ച് റൈസും കൂടി ഇട്ടിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ സെർവ് ചെയ്യുന്ന പോലെ സെർവ് ചെയ്യാം. അപ്പോ നമ്മുടെ ബിരിയാണി റെഡിയാണ്. ഇനിയപ്പോ നമ്മുടെ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുള്ള